എടാ കളവനുണ്ടോ? സമയത്രയല്ലേ ഉണ്ട് കാണും. അതല്ലടാ കുരങ്ങൻ അവിടെ ഉണ്ടോന്ന്. അതവിടെ ഉണ്ടാവും. എവിടെ പോരാ വാ. ഓറാക്കല്ലേ. അങ്ങനെ ഇവിടെ ഞാൻ പോയിട്ട് വരാം. നമസ്കാരം സാർ. എന്താണോ ആരെങ്കിലും കിട്ടിയോ? നമ്പ്യാർ സാർ പറഞ്ഞ പിന്നെ കുട്ടിരാതിരിക്കാൻ പറ്റേ. മോളെ പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പണിക്കാളെ എടോ ജോലിക്കാരെ കൊണ്ടുവന്നാ പറഞ്ഞേ. ഇവരേതാ ദാസപ്പാ? അതിന്റെ ചരിത്രവും പൗരധർമ്മവും ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അവരോട് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേ. എന്താ പേര്? ടി സി ദാസപ്പൻ. ഇവിടെ തന്റെ പേരല്ല ചോദിച്ചത്. ഓ സാറിന്റെ. ഇവിടെ പെണ്ണിന്റെ പേര്. പെണ്ണിന്റെ സാറെ പേരെന്താണെന്നാ ചോദിക്കുന്നത്? തേങ്ങാക്കൊല. ജമീല. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ ചോദിക്കാൻ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലിന്റന്റെ അപ്പന്റെ വീട്ടിൽ. 2-3 വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന്. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ എന്ന് ചോദിക്കേ. കുട്ടികളെ നോക്കി പരിചയമുണ്ടോന്ന് സാറേ? കുട്ടിയുടെ അമ്മയെ നോക്കി പരിചയമുണ്ടോന്ന് പറയടാ. പരിചയമുണ്ട്. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കേണ്ടത് ചോദിക്കേ. അത് സാധാരണ വെച്ചക്കുമ്പല്ലേ അവളോട് ചോദിക്കണം. കുട്ടികൾക്ക് എപ്പോഴേക്കും ആഹാരം കൊടുക്കണേന്ന്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പൊ ജൂണില്ലേ? ജൂണിൽ മഴയെന്ന് പറയടാ. ഓ അത് ഞാൻ മറന്നുപോയി. രാവിലെ ഇഡ്ഡലിയോ ദോശയോ, ഉച്ചക്ക് അരിയാഹാരം, വൈകിട്ട് ചായയും ബിസ്ക്കറ്റും, രാത്രി ഒരു പെഗ്ഗും. അല്ല ഒരു മഗ് നിറച്ച് പാലും. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാവോന്ന് ചോദിക്കണേ. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിക്കുന്നു. വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുമ്പോൾ അലക്കൂന്ന് പറയടാ. അപ്പൊ തോർത്താൻ എന്ത് ചെയ്യും? തോർത്ത് നിന്റെ കുളിപ്പിക്കാൻ അറിയാം. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോ കുട്ടി അവിടെ പോയി ചോദിക്കണം. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോ കുട്ടി അറിഞ്ഞ എന്ത് ചെയ്യുന്നു? കഴുത്തെ പിടിച്ച് നെക്കൂന്ന് പറയടാ. പാട്ടുപാടി ഉറക്കൂന്ന്. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കൂ. കൊച്ചു കള്ളൻ ഒന്നും അറിയാത്ത പോലെ. അതൊക്കെ അറിഞ്ഞങ്ങോട്ട് കൊടുത്താ പോരെ. ശമ്പളം ഒന്ന് കൊടുക്കണോ? അത് ഞാൻ ചോദിച്ചിട്ട് വരാം. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നു. അയാളുടെ കരണക്കുറ്റി കൊണ്ടൊന്ന് കൊടുക്കടാ. എന്തെങ്കിലും കൊടുത്താ മതി സാറേ. അവരൊക്കെ പാവങ്ങളാ, പാവപ്പെട്ട ഫാമിലി പെട്ടതാ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ തരാൻ പറ. നാരായണ, ആ പെണ്ണിനെ ജോലിക്ക് നിർത്തട്ടെ. നിർത്ത്, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല സ്വഭാവം. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തോടെ തിന്നണോ? ഒന്ന് നുള്ളി നോക്കിയാ പോരെ. അവളെ കാര്യം പറഞ്ഞപ്പോഴേ കൈ പൊള്ളി. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അവക്ക് തന്നെ കൊള്ളാം. ആ കളവൻ എനിക്ക് അത്ര വിശ്വാസമില്ല. സൂക്ഷിച്ചും കണ്ടും നിൽക്കണം. നഷ്ടപ്പെടാൻ നിനക്കേ ഉള്ളൂ. പാട്സൊക്കെ ഇളകാതെ നോക്കണേ. അങ്ങ് പൊക്കോ. ടാറ്റ ജമീല, ടാറ്റ. സാറേ മോളെ പോലെ നോക്കണേ. അത് പിന്നെ നീ പറഞ്ഞു തരണോ? ഞാൻ അങ്ങനെ നോക്കത്തുള്ളൂ. ചിലപ്പോ അമ്മപ്പെട്ട് നോക്കിയൊന്നും വരും. വലത് കാര്യം വെച്ച് കയറിപ്പോ. ഇത് എന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ചേച്ചി ഇതേ. നാരായണ, ഇവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്ക. എന്താ പേര്? ജമീല. വെറും ജമീലേ? ജമീല ബീവി. ഓ ബീവി ജമീല. എനിക്കും കൊള്ളാം. എന്താ പേര്? നാസർ. നാസർ ഖാൻ ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ. ഞാനിവിടെ പേര് മാറ്റിയാ പറഞ്ഞേക്കണേ. നാരായണൻ. അൽഹംദുലില്ലാ, അത് ഹിന്ദുവിന്റെ പേരല്ലേ? ജമി കല്യാണം കഴിച്ചതാ. ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഇതെന്താ? ഇലക്ട്രിക് സ്റ്റൗ. ചേച്ചി,
മോള് വന്നില്ലേ? വരാറായി. കല്യാണാലോചന പലതും വരുന്നുണ്ട്. എങ്ങനെയുള്ള ചെക്കനെയാണ് ജമ്മുവിന് ഇഷ്ടം? മെലിഞ്ഞവരെ എനിക്ക് വലിയ ഇഷ്ടാ. നിങ്ങക്കാ? എനിക്ക് ജമ്മുവിനെ പോലെ തടിച്ച അവരെയാണ് ഇഷ്ടം. എന്ത് സ്വഭാവക്കാരെയാണ് ജമ്മുവിന് ഇഷ്ടം? കള്ളു കുടിക്കണവരെ എനിക്ക് പെരുത്ത ഇഷ്ടാ. ഗുരുവായൂരപ്പാ, ആ? റബ്ബേ. നാരായണ, ദേ ചേച്ചി വിളിക്കുന്നു, ഞാൻ പിന്നെ വരാം. വരണേ. വരും. എന്റെ അമ്മേ, ജമ്മു, ലക്ഷ്മിയാണ്. ജമീല, ആ, ഇവനെ ഇതാ അന്റെ പുതിയാപ്പിള വന്നിരിക്കണു. കണ്ടണുണീ. ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല. ഇത് നമ്മുടെ രാത്രിയാണ്. പനിനീരു പെയ്യുന്ന പൂനീലാവും 17-ലെത്തിയ പെൺകിടാവും. അയ്യേ, എന്തിനാ ജമ്മു നീ ഈ കാലിൽ വെള്ളിക്കൊലിസ് അണിഞ്ഞിരിക്കുന്നത്? ഇത് മാറ്റിയിട്ട് ഞാനൊരു സ്വർണത്തിന്റെ കൊലിസ് അണിയിക്കും. കാലനോടറാ. എന്നാ പിന്നെ അറിയില്ലാവാം. എന്തിനാ ജമ്മു നീ ചന്ദനത്തിരി കടിച്ചു പിടിച്ചേക്കണേ? വിടണോന്റെ കാലെന്ന് അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നിരിക്കാൻ. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? ഒരു ചവിട്ടിയാൻ പറ്റും. നീയല്ലേ പറഞ്ഞത് കുടിക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണെന്ന്? ആ, അവസാനം ആലിലൊക്കെ പാടേണ്ടി വരും. വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. എന്ത് എന്ത് ഏതായാലും പൂക്കുറ്റി ആയില്ലേ? ആ, കുടി മുഴുവനും. അപ്പോ അങ്ങനെ നമ്മൾ സുബർക്കത്തിലെത്തി. ഇതാത് കുറ്റാലം കുളിരരുവിയാ? അല്ലടാ, കാവാലം കള്ള് ഷാപ്പ്. ദാസപ്പന. ഓ, വേഗം കേറ്. ബാ, എന്നാ കയ്യെ പിടിച്ചോ. എന്റെ വീട്ടിലല്ലേ? പിടിച്ചോ. വീട്ടിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. ആർക്കുമില്ല, ഒരു പ്രശ്നമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ. കിളവനെന്റെ കൈ മേടിക്കുന്നു തോന്നുന്നത്. നീ ആ നടി എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞ? വുഡ്ലാൻഡ് ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാൻ വന്ന ആ നടി തന്നെയാണോ? അതേന്ന്, അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താ നീ പിടിക്കാഞ്ഞത്? ഞാൻ DSP വിളിക്കുന്ന SD ബൂത്തിൽ കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നവരും ഇറങ്ങിയിട്ടില്ല. നേരം വിളിക്കുന്നതിനും വരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയാലും നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോന് അതിൽ പോവാം. കൈ കാണിച്ചു. ഇതിനവിടെ കൊണ്ടുപോകണ മോനെ. അറക്കാൻ കൊണ്ടുപോണ്ട, വേണ വന്നണ്ട. അമ്മയും പെണ്ണേം തിരിച്ചറിയാൻ പോലത്തെ പാന്നികള്. പോട്ടാ പോട്ടാ. അല്ല, ഞാൻ മഫ്റ്റിലായി പോയി. ഇല്ല, ഉഗ്രം ചരക്കാണല്ലോ, ഒന്ന് നോക്കാം. ഞാനോട് പോലെ ഒരുത്തൻ കൂടെ ഉണ്ടല്ലോ. അവൻ ഊതിയാ പറക്കൊന്നേ. കേരളീ വണ്ടിയല്ലേ. എന്താ കാര്യം? കേരളീ വണ്ടിയല്ലേ. വിടാൻ പറഞ്ഞില്ല. എന്താ പ്രശ്നം? നീ ആരാ മുമ്പിൽ മാറാ? ആഹാ, എന്റെ പ്രോപ്പർട്ടി കയറി പിടിച്ചിട്ട് ഞാൻ ആരാണെന്ന്? എടാ, എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ. എന്താ സംശയം ഉണ്ടാ? താൻ ആരാ? ഞാൻ ജമീലയുടെ മാമ KA അബ്ദുള്ള. മാമാന്ന് പറഞ്ഞ അങ്കിളോ? ആ, രണ്ട് മാമേ ഞാൻ തന്നെയാണ്. എന്നാ നമുക്ക് പോവാം. നിക്ക് എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. ഇത് ഫ്രഷ് ആൻഡ് ന്യൂ ആണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലം ഉണ്ടാ? സ്ഥലോ? നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്തം കാണിച്ച. കൊല്ലി ഞാൻ കള്ളാൻ. ഇതിന്റെ അകത്തിരിപ്പുണ്ടോ ഒരു ആക്രാന്തം? ജമീല, പോവാ. മാമ, എനിക്ക് പേടിക്കണ്ട, ഇത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നു? ഒപ്പന കളിപ്പിക്കാൻ കേറിയിട്ട് കൊല്ലിഞ്ഞ. പേടിക്കണ്ട, മാമല്ലേ. 2 പേരേ ഉള്ളോ? മാമ, ജമീല മോളി ചെല്ലി. മാമയല്ലേ പറഞ്ഞു, ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞാണ്. സൂക്ഷിച്ചൊക്കെ വേണേ. എന്തൊരു ശുഷ്കാന്തി. ചപ്പാതിരിങ്ങള് വെള്ളം ഉറിയിക്കണ്ട്. ബാ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാറിക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ. എന്താ, നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട. സിനിമയിൽ അഭിനയിച്ച ചീത്തയാവുന്ന ഉമ്മുമ്മ പറഞ്ഞേക്കണേ. മാമേ. മാമേ? അല്ല, പെണ്ണിന്റെ മാമാന്ന്. മാമ. പറഞ്ഞ കാശ് ഇച്ചിരി കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന്ന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല.
പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 10 പൈസ ഓർക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്തിയായനി വരും. കാർത്തിയായനിയോ കിട്ടുവോ? എന്ത് കിട്ടുമെന്ന്? കാർത്തിയായനിയെ ഇവിടെ കാർത്തിയായനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ എന്തായി ഉറപ്പിച്ചു നീ കേറിക്കോ. ജമീല ബിസിലടിച്ചിട്ട് തുടങ്ങിയാ മതി കേട്ടാ. ശരി മാമ. ഇങ്ങനെ കൊണ്ടാ ഇതുവരെ ഡ്രസ് മാറിയില്ലേ? ഒന്ന് വരൂന്നേ. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്ത്? എന്തായി കാണിച്ചത്? എന്ത്? കളമാക്കിയില്ലേ? ഒരുത്തനെ പിടിച്ച് അകത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനിലായിരിക്കും. പക്ഷെ CI ആണ്. ഇതൊക്കെ എന്റെ ഈ തലേന്ന് വരൂ. തലയിൽ നിന്ന് വിക്ക് എവിടെ ചോദിച്ചേ? മിക്ക അവിടെ പോയി, അച്ഛനവിടെ പോയി. അവനും പോയി. ഇവിടെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനലാണ്? എന്തൊരു തെളിവുള്ളത്? ഇവനെ അടിച്ച ഷേപ്പ് മാറ്റി ഞാൻ നിന്ന് വാദം എടുക്കാൻ എടുത്തിട്ട് പോണോ? കൊണ്ടു പോണാ, കൊണ്ടു പോണോ. ഞാൻ വരട്ടെ സാർ, റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ.